നമ്മുടെ കെ ശൈലജ MLA ഇവിടെയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണേൽ പറയാം. നമ്മൾ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇടയ്ക്ക് പലരും ഒക്കെ സ്വപ്നം കാണുകയും ആ സ്ഥാനത്തേക്ക് അവരോധിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആ അഭിഷേകത്തിനൊക്കെ വിഘ്നം വരുത്താനായിട്ട് ചിലരൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ കോവിഡ് കാലത്ത് എല്ലാ ദിവസവും നടത്തിയിരുന്ന വാർത്താ സമ്മേളനം കത്തിക്കയറി വന്നപ്പോൾ കാരണഭൂതൻ അതങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ കെ ശൈലജ ഇങ്ങ് താഴേക്ക് പോന്നു. കെ ശൈലജ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നുവരെ പലരും കണ്ട കാര്യമാണ്. അങ്ങനങ്ങ് CPM വലിയ പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനങ്ങ് വഴങ്ങി കൊടുക്കുമോ? വമ്പന്മാരൊക്കെ നിരനിരയായി അങ്ങനെ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കെ ശൈലജയ്ക്ക് സ്ഥാനം കൊടുത്തിട്ട് ഈ വമ്പന്മാരെല്ലാം എന്ത് ചെയ്യും? 2021 മത്സരിപ്പിക്കണമെന്ന് തന്നെ തീർച്ചപ്പെടുത്തിയതല്ല. ചിലരെയൊക്കെ വെട്ടി അരിഞ്ഞ് വീഴ്ത്തിയില്ലേ? EP ജയരാജനെയും തോമസ് ഐസക്കിനെയും G സുധാകരനെയും ഒക്കെ വമ്പന്മാരാണ്. പിന്നാണോ ശൈലജയെ മട്ടന്നൂരിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. പക്ഷേ വൻ ഭൂരിപക്ഷത്തിലേക്ക് പോയി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച കെ ശൈലജയ്ക്കായി. അത് കഴിഞ്ഞിട്ട് ലോക്സഭയിൽ കൊണ്ടുവന്ന് നിർത്തി. ലോക്സഭയിൽ ജയിച്ചു പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചു. ഇതുപോലെയാണ് മുമ്പും ചിലരെ കൊണ്ടുവന്ന് ലോക്സഭയിലേക്ക് നിർത്തി പിന്നീട് തോൽപ്പിച്ചൊരു മൂലയിൽ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തത്. 2014 കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ NK പ്രേമേന്ദ്രനെതിരെ നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള വലിയ ബുദ്ധിജീവി, ദാർശനികൻ, ചിന്തകൻ, സാംസ്കാരിക എന്തോ ഗുണാണ്ടറൊക്കെയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന MA ബേബി അവിടെ കൊണ്ടുചെന്ന് നിർത്തി പിണറായി എന്താണ് പ്രേമചന്ദ്രനെ വിളിച്ചത്? പരനാറിയെന്ന്. പ്രേമചന്ദ്രനെ വിളിച്ചതിൽ അതിന്റെ ദോഷഫലം മുഴുവൻ അനുഭവിച്ചത് ബേബിയുമാണ്. അങ്ങനെ ഒതുക്കേണ്ട രീതിയിൽ ഒതുക്കി കൊണ്ടുചെന്നിരുത്തുകയാണ് ചെയ്തത്. ഇതൊന്നും പിണറായിയെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നും. അതങ്ങനെ തന്നെയായി. കെ ശൈലജ ഇനിയും മുഖ്യമന്ത്രി എന്നുള്ള പദത്തിലേക്കൊക്കെ വരാം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതൊക്കെ ചവിട്ടി തേക്കും. കാരണം ഇനി ഒരു തവണ കൂടി എങ്ങാനുമേ കേരളത്തിൽ CPM അധികാരത്തിൽ വരികയും ഏറിയാൽ ഇപ്പൊ ശബരിമല മോഷണത്തിൽ എല്ലാവരും പെട്ടിരിക്കുന്നത് കൊണ്ട് അതും സാധ്യതയില്ലാതായി തീർന്നിരിക്കുകയാണ്. ഇതിപ്പോ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രഭാഷണ വേദിയിൽ നമ്മുടെ കെ ശൈലജ പറയുകയുണ്ടായി, ഭാവിയിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകാം കേരളത്തിലെന്ന്. ഓരോരുത്തർക്ക് സ്വപ്നം കാണാം, അതിന് പ്രത്യേക നികുതിയൊന്നും കൊടുക്കണ്ടല്ലോ. അതുപോലെ ശൈലജയും അങ്ങ് കാണുകയാണ്. പ്രത്യേകിച്ച് ഒരു ടീച്ചർ കൂടിയല്ലായിരുന്നു. ടീച്ചർ ഇങ്ങനെ പലതും പറയും. അപ്പോൾ ഈ സദസ്സിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഇത് പറഞ്ഞത്. നമുക്കറിയാം KR ഗൗരിയമ്മയെ പണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയത്. കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നൊരു വളരെ രോമാഞ്ചത്തോടു കൂടി. ഇപ്പൊ കേൾക്കുമ്പോഴത് രോമാഞ്ചം ഉണ്ടായിപ്പോവും. അവസാനം മുഖ്യമന്ത്രി ആരായി? EK നായനാറായി. ഇവരൊക്കെ വലിയ പുരോഗമനം പറയുമെങ്കിലും ഉണ്ടല്ലോ, അധികാരത്തിന്റെ ഇടനാഴിയിലെ വളയിട്ട കൈകളുടെ മുഴക്കമൊന്നും കേൾപ്പിക്കാൻ ഇവരെ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ സംവരണം കൊണ്ടുവന്നാൽ പോലും എത്ര വരെ എന്നുള്ളതാണ്, അത് കൊടുത്തേ പറ്റുള്ളൂ. ആ തരത്തിൽ അതൊക്കെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അത് വന്നാലും വേണ്ട തരത്തിൽ തോൽപ്പിക്കാനും ഒക്കെ അറിയാം. പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്തോളം പിണറായി അല്ലേ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുക. 26 അധികാരത്തിൽ വന്നാലും അത്
പിണറായി അധികാരത്തിലേക്ക് വന്നാലും പിന്നീട് അത് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും അധികാരം കൃത്യമായിട്ടറിയാം. അത് മരുമകനെ അരിയിട്ട് വാഴ്ച നടത്താനായിരിക്കും പോകുന്നത്. അവിടേക്കേ പോവുകയുള്ളൂ. ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് വേണ്ടിയിട്ടാണ് 2021 ഈ വമ്പന്മാരെ എല്ലാം വെട്ടിവീഴ്ത്തിയത്. അങ്ങനെ വെട്ടിവീഴ്ത്തിയപ്പോൾ പോലും ആർക്കും പ്രതിഷേധമില്ലല്ലോ. നമുക്കറിയാം വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ച സമയത്താണ് വളരെ ജനകീയമായ രീതിയിലുള്ള ഇടപെടലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒടുവിൽ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ തരത്തിലൊരു ജനകീയമായിട്ടുള്ള ഒരു ഇടപെടൽ പിന്നീടെന്നല്ല അതിന് മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് ഉണ്ടാകാനൊട്ട് പോകുന്നുമില്ല. അപ്പോൾ കെ ശൈലജ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഇവിടെ കേരളം മുഴുവൻ ഇടതുപക്ഷത്തിലൂടെ സ്ത്രീ ശാക്തീകരണമാണ് എന്നൊക്കെ പറയാൻ, സ്ത്രീ സൗഹൃദ ഇടമാണ് എന്നൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ എത്ര സുന്ദരമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ്. അല്ലാതെ ഇതെല്ലാം അങ്ങ് CPM-കാരങ്ങ് സ്വർണ്ണത്തളികയിൽ വെച്ച് കൊടുക്കും എന്നൊന്നുമല്ല. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. CPM അങ്ങനെയാണ്. എതിർത്തൊന്നും അവിടെ ചോദ്യം ചെയ്യലില്ല. നീ പറയുന്ന കോൺഗ്രസ്സുകാരിൽ ഏതെങ്കിലും വനിതാ മുഖ്യമന്ത്രിമാരുണ്ടാവും. കോൺഗ്രസ്സുകാർ നേരെ ഒരാൾക്ക് MLA ആകാൻ പോലും സീറ്റ് കൊടുക്കുന്നില്ല. നമുക്കറിയാം 2021 ലതിക സുഭാഷ് സീറ്റ് കിട്ടാഞ്ഞ് ഇന്ദിരാഭവന് മുന്നിൽ വന്ന് നിന്ന് തലമുണ്ടനം ചെയ്തിട്ട് പോയത്. അത് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ടോ? അപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രവുമുണ്ട്. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് തലമുണ്ടനവും ചെയ്തു. അങ്ങനെയുള്ളവരാണോ പിന്നെ മുഖ്യമന്ത്രിയിലേക്ക് വരിക? കോൺഗ്രസിന് അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി പദവി ഉണ്ടാവുമോ? കെ ശൈലജ ഇപ്പോഴും അങ്ങനെ മനസ്സിലുണ്ട്, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ യോഗ്യയാണ്. നമുക്കറിയാം 2016 ആരോഗ്യ രംഗത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷെ ആ പ്രകടനം എല്ലാം തന്നെ തകർത്തെറിയുന്നതാണ് 2021 മുതൽ ഇങ്ങോട്ട് വന്ന വീണ ജോർജിൽ നിന്ന് ഉണ്ടായത്. അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്, പകല് പോലെ വ്യക്തവുമായിരുന്നു. ആരോഗ്യരംഗം നമ്മളുടെ ജീവിതത്തെ താറുമാറാക്കി. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് പൊതുവിദ്യാഭ്യാസം, പൊതുജന ആരോഗ്യം, പൊതുഗതാഗതം, ഈ 3 കാര്യങ്ങൾ കൂന്തൽ നൽകി എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസം നമ്മളെ കുറച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവന്നു. പക്ഷെ അവസാന ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം പാളിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. വലിയ വലിയ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർ ഹോട്ടൽ മാതിരി കെട്ടിടങ്ങൾ പടുതുയർത്തി. അതുകൊണ്ടാണല്ലോ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്, ഹൈവേയിൽ കൂടെ പോകുന്നവർ വാഹനം നിർത്തി ചോദിക്കുന്നുണ്ട്, ഇത് സ്റ്റാർ ഹോട്ടലാണോ, മുറിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വലിയൊരു തമാശ പറഞ്ഞ് നമ്മളൊക്കെ പൊട്ടിച്ചിരിച്ചത് മറന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് നേട്ടങ്ങൾ മാത്രം കിഫ്ബി വഴി ഫണ്ട് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തതേ ഉള്ളൂ. അല്ലാതെ വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ തകർച്ചയിലേക്കും പോയി. അതിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് വീണ ജോർജ്. പക്ഷേ കെ ശൈലജ ചെയ്തു തന്നിട്ടുള്ള ആരോഗ്യരംഗത്തെ സംഭാവന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളം കെ ശൈലജയെ മറന്നിട്ടില്ല. പക്ഷേ പാർട്ടി കെ ശൈലജയെ കൈ ഉയർത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നും കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കേണ്ട. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ആലങ്കാരികമായിട്ട് അങ്ങനെ നിൽക്കട്ടെ, അതിനൊക്കെ കാലം കാത്തിരിക്കേണ്ടി വരും.